പെയിൻറ്റിങ് ഓൺ റാൻഡം തിങ്സിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പിന്നെ പുത്തരിയല്ലല്ലോ. ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. ഈ ഒരു പോട്ട് ഞാൻ 30 രൂപയ്ക്ക് അടുത്തുള്ള ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇന്ന് ഇതിൻ്റെ മുകളിലാണ് പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ കളറൊന്നും മങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൈമർ അടിച്ചു കൊടുക്കുകയാണ്. 4 കോട്ട് അടിച്ചതിന് ശേഷമാണ് ഈ രൂപത്തിലോട്ടൊന്നായത് കേട്ടോ. അതിനുശേഷം ഞാൻ കരിനീല കളറാണ് ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കരിനീലയും വെള്ളയും വെച്ചിട്ട് നമ്മൾ ഇന്ന് ബ്ലൂബെറി പോട്ടാണ് കേട്ടോ വരയ്ക്കാനായിട്ട് പോകുന്നത്. ബ്ലൂബെറിക്ക് ഒരു ഗ്രേയിഷ് ബ്ലൂ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ ആ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു കരിനീലേനെ ഞാൻ കുറച്ച് വെള്ള കളറൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രേയിഷ് ബ്ലൂ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കയ്യിലുള്ളൊരു 2-3 നീല എടുത്തിട്ട് കുറച്ച് ബ്ലൂബെറീസ് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ പോട്ടിൻ്റെ ചുറ്റും ഞാൻ ബ്ലൂബെറീസ് കൊണ്ട് നിറയ്ക്കുകയാണ് കേട്ടോ. ഈ ബ്ലൂബെറി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വട്ടങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഞാൻ അത്രയ്ക്കും പെർഫെക്റ്റ് റൗണ്ടൊന്നുമല്ല വരച്ചിട്ടുള്ളത്. അത്ര പെർഫെക്ഷൻ്റെ ആവശ്യമൊന്നും ഇല്ലടോ. അങ്ങനെ ഞാൻ 2-3 നിറത്തിലുള്ള ബ്ലൂബെറീസൊക്കെ വരയ്ക്കുന്നുണ്ട്. ചിലത് 3 എണ്ണമായിട്ടും ചിലത് 2 എണ്ണമായിട്ടും ചിലത് 1 ആയിട്ടൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ ആ കലാപരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മോഡിഫിക്കേഷൻ ആളല്പം പെശകാണ്. ഒന്നിൻ്റെ മുകളിൽ തുടങ്ങി എല്ലാതിൻ്റെ മുകളിലും വരയ്ക്കണം, അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ റാൻഡമായിട്ട് കുറച്ച് ഇലകളും കൂടെ വരച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് വൈറ്റ് കൊണ്ട് ചെറിയൊരു ഹൈലൈറ്റിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനർ ബ്ലൂബെറി പോട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് നമ്മുടെ ബ്ലൂബെറി പോട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട. നിങ്ങളുടെ സജഷൻസ് കോമെൻറ്റ് ചെയ്ത് അറിയിക്കുക. പോട്ടിന് കുറച്ചും കൂടെ ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വാർണിഷ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബ്ലൂബെറി പോട്ട് സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.